യുവ സംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സമീർ താഹിർ, ഷാലിഫ് മുഹമ്മദ് എന്നിവരാണ് പ്രതികൾ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് സംവിധായകരെ കഞ്ചാവുമായി പിടികൂടിയ കേസിൽ 6 മാസം പിന്നിടുമ്പോഴാണ് എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് ഛായാഗ്രാഹകനും സംവിധായകനുമായ സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവുമായി 3 പേരെ എക്സൈസ് പിടികൂടിയത്. ഷാലിഫ് മുഹമ്മദ്, സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. ഇവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. സമീർ താഹിറിനെ പിന്നീടാണ് ചോദ്യം ചെയ്തത്. 7 വർഷം മുമ്പ് വാടകയ്ക്കെടുത്ത ഫ്ളാറ്റാണിതെന്നും ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവർ ലഹരി എത്തിച്ചതോ ഉപയോഗിച്ചതോ അറിഞ്ഞില്ലെന്നായിരുന്നു സമീർ താഹിറിന്റെ മൊഴി. എന്നാൽ ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം സമീറിന്റെ അറിവോടെയാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്ന് സമീർ താഹിറിനെയും പ്രതി ചേർത്താണ് എക്സൈസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം സിനിമാ പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു നൽകിയ ഇടനിലക്കാരനെ കണ്ടെത്താനായില്ലെന്നും എക്സൈസ് അറിയിച്ചു. കോഴിക്കോട് സ്വദേശിയായ നവീൻ എന്ന യുവാവാണ് ലഹരി കൈമാറിയതെന്നായിരുന്നു പ്രതികൾ നൽകിയ മൊഴി. എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.